പ്രൈസ് ദി ലോർഡ്. പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രാർത്ഥന, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഈ പ്രഭാതത്തിൽ സംസാരിക്കുന്നത്. സാധുക്കൾക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, നമുക്ക് ഉപകാരം ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റു പലർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സാധുക്കൾക്ക് വേണ്ടി എല്ലാവരും ചെയ്യാറില്ല. ചിലർക്ക് മാത്രമേ അതിന് ദൈവം അഭിഷേകം കൊടുത്തിട്ടുള്ളൂ. നോക്കൂ, യെരുശലേമിനെ ശത്രുക്കൾ ആക്രമിക്കുമ്പോൾ അക്കാലത്ത് സാധാരണയായി നെബൂഖദ്നേസർ രാജാവും പേർഷ്യൻ രാജാക്കന്മാരും യവന രാജാക്കന്മാരും ഒക്കെ മാറി മാറി വന്ന് റോമാക്കാരുമൊക്കെ യെരുശലേമിനെ ആക്രമിച്ചു, അതിനെ അടിമകളാക്കി അനേകരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഇങ്ങനെ അടിമകളാക്കി കൊണ്ടുപോകുമ്പോൾ പ്രാപ്തിയുള്ളവരെയും സുന്ദരന്മാരെയും സുന്ദരിമാരെയും യോഗ്യന്മാരെയും വിദ്യാഭ്യാസമുള്ളവരെയും ജ്ഞാനികളായിട്ടുള്ളവരെയും ഒക്കെയാണ് അടിമകളാക്കി കൊണ്ടുപോകുന്നത്. ഒരു പ്രയോജനവുമില്ലാത്ത അംഗഹീനരായിട്ടുള്ള ബുദ്ധിഹീനരായിട്ടുള്ളതായ ദരിദ്രന്മാരായ കണ്ടാൽ കൊള്ളാത്ത ഒരു കൂട്ടം ജനങ്ങളെ ആ പട്ടണത്തിൽ ഉപേക്ഷിച്ച് കളയുക പതിവായിരുന്നു. അവരാണ് ശേഷിപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ശേഷിപ്പിന് വേണ്ടി പ്രവാസത്തിൽ പോകുന്നവർ ആര് നിലവിളിക്കാനാണ്? അതും പ്രവാസത്തിൽ പോകുന്നവരിൽ പലരും രാജസന്നിധിയിലും ഗവൺമെൻറ് ജോലിയിലുമൊക്കെ നല്ല നല്ല ഉദ്യോഗം ലഭിച്ചവരുണ്ട്. അങ്ങനെ ഒരു ഉദ്യോഗം ലഭിച്ച വ്യക്തിയാണ് നെഹമ്യാവ്. അർത്ഥസൃഷ്ട രാജാവിൻ്റെ സന്നിധിയിൽ പാനപാത്രവാഹകനായി തനിക്ക് ഉദ്യോഗം ലഭിച്ചു. നല്ല ഉദ്യോഗമാണ്, നല്ല ഇൻഫ്ലുവൻസ്, രാജമുഖം എപ്പോഴും കാണുവാനുള്ള ഭാഗ്യം. അവിടുത്തെ ഭൃത്യന്മാർക്ക് പോലും ഇല്ലാത്തതായ വലിയൊരു സൗഭാഗ്യം നെഹമ്യാവിന്. നല്ല ശമ്പളം, നല്ല വരുമാനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പക്ഷെങ്കിൽ നെഹമ്യാവിന് ഒരു പ്രശ്നമുണ്ട്. ജെറുസലേം പട്ടണത്തിൽ തൻ്റെ പിതൃദേശത്ത് ഉപേക്ഷയായി ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു കൂട്ടം സാധുക്കളെ കുറിച്ച് തനിക്ക് വലിയൊരു ഭാരം. ആ ജെറുസലേമിൽ നിന്ന് വന്നതായ ചില സഹോദരങ്ങളോട് അവരുടെ വിശേഷം അന്വേഷിച്ചു. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് നെഹമ്യാവിന് വർത്തമാനം കിട്ടിയപ്പോൾ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇത് ഞാൻ കേട്ടപ്പോൾ ഇരുന്ന് കരഞ്ഞു, കുറേ ദിവസം ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് നാളുകൾ നീക്കി. ദൈവത്തിന് സ്തോത്രം. ഈ ഭാരം ചില ദൈവമക്കൾക്ക് കിട്ടുന്നതായ വരമാണ്, ദൈവം കൊടുക്കുന്ന ദാനമാണ്. നെഹമ്യാവിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാരും പട്ടണത്തിൽ ശേഷിച്ചിരിക്കുന്നില്ല. അംഗഹീനരില്ല, ദരിദ്രരായിട്ടുള്ളവരില്ല. എങ്കിലും ജനത്തിൻ്റെ ശേഷിപ്പ്, അങ്ങനെ ഒരു ഭാരം. എൻ്റെ ജനത്തിൻ്റെ ശേഷിപ്പ്, എൻ്റെ ദേശത്തിൻ്റെ ശേഷിപ്പ്, എൻ്റെ നാടിൻ്റെ ശേഷിപ്പ്, എൻ്റെ രാജ്യത്തിൻ്റെ ശേഷിപ്പ്. അവർ കഷ്ടം അനുഭവിക്കുന്നു, അവർ യാതന അനുഭവിക്കുന്നു, അവരെ ആർക്കും വേണ്ടാതെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അവർക്ക് ചുറ്റും മതിലുകളില്ലാതെ ശത്രുഭയത്താൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ചില മനുഷ്യർ. അവർക്ക് വേണ്ടി നിലവിളിക്കുവാൻ നെഹമ്യാവിന് അഭിഷേകം ലഭിച്ചു. രാജാവിനോട് അനുവാദം ചോദിച്ചു. രാജാവ് അനുവാദം കൊടുത്തു, സഹായം കൊടുത്തു. പോയി നിന്റെ പട്ടണത്തിലെ, നിന്റെ പിതൃദേശത്തിലെ ആലയത്തിൻ്റെ അല്ലെങ്കിൽ ആ പട്ടണത്തിന് ചുറ്റുള്ള മതിലുകൾ പണിയുക എന്ന് തനിക്ക് അനുവാദം ദൈവത്തിൻ്റെ കൃപയാൽ ലഭിച്ചു. അങ്ങനെ ഒരു നന്മ താൻ ചെയ്യാൻ പുറപ്പെട്ടപ്പോൾ ധാരാളം ശത്രുക്കൾ തൻ്റെ സ്വന്തം വർഗത്തിൽ നിന്നും കൂടെ എഴുന്നേൽക്കുവാൻ തുടങ്ങി. രാജാവിനോട് ഇങ്ങനെ വലിയൊരു അനുവാദം വാങ്ങിച്ചു കൊണ്ട് വന്ന് ദേശത്തിനൊരു നന്മ ചെയ്താൽ ഇവൻ വലിയവനാകുമോ എന്നുള്ളതായ ഒരു ഭയം ചില ശത്രുക്കൾക്കുണ്ടായി. അവൻ്റെ പ്രവൃത്തിയിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുവാൻ ചില ഗൂഢാലോചനകൾ നടന്നു, കൈക്കൂലി പ്രയോഗങ്ങൾ നടന്നു, കള്ളപ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചു. ചില പ്രവാചകന്മാർ നെഹമ്യാവിനോട് വന്ന് അഭിപ്രായം പറഞ്ഞു, ഈ രാത്രിയിൽ നിന്നെ കൊല്ലുവാൻ ചില ശത്രുക്കൾ വരുന്നു, ഓടി മന്ദിരത്തിലേക്ക് പോയിക്കൊള്ളുവാൻ പറഞ്ഞു. അതിന് മറുപടി 6-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നെഹമ്യാവ് പറയുകയാണ്, എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? പ്രൈസ് ദി ലോർഡ്. ജീവരക്ഷയ്ക്ക് വേണ്ടി അവൻ പേടിച്ച് ഭയപ്പെട്ട് മന്ദിരത്തിൻ്റെ കൊമ്പുകളെ പിടിക്കുവാൻ അവൻ ഓടുമോ? ഇല്ല, ഒരിക്കലും പോവുകയില്ല, ഞാൻ പോവുകയില്ല. അവനെ വിളിച്ച വിളിയെക്കുറിച്ച്
അവനിൽ ദൈവം കൊടുത്തതായ അഭിഷേകത്തെക്കുറിച്ച് നെഹമ്യാവിന് ഒരു തിട്ടം, ഒരു ഉറപ്പ്, ഒരു ജ്ഞാനം അവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുവാനും യാചനയ്ക്കും കണ്ണുനീരിനും ഉള്ളതായ ഒരു വരം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ധാരാളം ശത്രുക്കൾ നമുക്കുണ്ടാകും. നമ്മളെ ആ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ, അതിൽ കൂടെ ദൈവം നമ്മോടുകൂടെ കാണിക്കുന്നതായ ആ കമ്മ്യൂണിക്കേഷൻസ്, ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മെ തകർത്ത് കളയുവാൻ ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. അന്യരല്ല, സ്വന്തക്കാർ തന്നെ, കൂടെയുള്ളവർ, നമുക്ക് പരിചയക്കാർ, നമുക്ക് ചുറ്റുപാടിലുമുള്ളവർ, എന്നും കാണുന്നവരാണ്, എന്നും കേൾക്കുന്നവർ, എന്നും ഇടപെടുന്നവരാണ്. അവർ തന്നെ നാം അറിയാതെ ശത്രുക്കളായി എഴുന്നേൽക്കും, നമുക്കെതിരായി പ്രവർത്തിക്കും. എന്നാൽ നീ ഉറച്ചു നിന്നാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. അതിൻ്റെ 16-ാം വാക്യമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം 16-ാം വാക്യമാണ് ദൈവാത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ളത്. അതിങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ സകല ശത്രുക്കളും ഞങ്ങൾ മതിലിൻ്റെ പണി തീർത്തു എന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിൻ്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. സ്തോത്രം. നിന്റെ ശത്രുക്കൾക്ക് അവർ തന്നെ അവരുടെ ഹൃദയത്തിൽ അവരെക്കുറിച്ച് തന്നെ ഒരു അഭിപ്രായം പറയും. നിങ്ങൾ അല്പന്മാരാണ് എന്ന് അവരോട് അവർ തന്നെ സംസാരിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നിന്നോടുകൂടെ ഉണ്ട് എന്ന് ജാതികളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ നാമം നിന്നിൽ കൂടെ മഹത്വപ്പെടുത്തുന്നതായ ഒരു സുപ്രഭാതം ഉണ്ടാകും. ഉറച്ചു നിന്നാൽ ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ കൂടെ പ്രത്യക്ഷപ്പെടും. പ്രൈസ് ദി ലോർഡ്. സാധുക്കൾക്ക് വേണ്ടി കരയുന്നതായ കരച്ചിൽ വ്യർത്ഥമായി പോകുകയില്ല. ഞെരുക്കമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വ്യർത്ഥമായി പോകുകയില്ല. നോക്കൂ, ദാവീദ് പ്രവാസത്തിലേക്ക് ഓടി, മരുഭൂമിയിലേക്ക് ഓടിപ്പോയപ്പോൾ തൻ്റെ കൂടെ കൂടിയത് കടമുള്ളവർ, ഞെരുക്കമുള്ളവർ, ആർക്കും വേണ്ടാത്തവർ, ആ അംഗഹീനർ, ബലഹീനർ, ദരിദ്രന്മാർ എല്ലാവരുമാണ്. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ദാവീദിനോടൊപ്പം ചേർന്നത്. പക്ഷെങ്കിൽ മരുഭൂമിയിൽ അവരോടൊപ്പം ഉണ്ടായതായ ഒരു ആരാധന കോട്ടമതിലുകളെ ഇടിക്കുന്നതായിരുന്നു, ശൗലിൻ്റെ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുന്നതായിരുന്നു. ദൈവം ദാവീദിൽ കൂടെ നിശ്ചയിച്ചതായ പ്രവൃത്തികളുടെ സതുദ്ദേശം അത് പൂർത്തീകരിക്കുവാൻ അവനെ ആ ഒരു വല്ലഭത്വത്തോടുകൂടി ദൈവം ഓടിമാറാക്കി. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നെഹമ്യാവും ഉറച്ചു നിന്നതിനാൽ ദൈവം ദൈവത്തിൻ്റെ സഹായത്താൽ അവൻ ഇതൊക്കെയും ചെയ്തു എന്ന് ജാതികൾ, ചുറ്റുമുള്ളതായ ശത്രുക്കളൊക്കെയും കണ്ട് അവർ ഭയപ്പെട്ടു. ശത്രുക്കൾ ഭയപ്പെട്ടു. ശത്രുക്കൾ അവരുടെ മുൻപിൽ അവർക്ക് തന്നെ മനസ്സിലായി അവർ അല്പന്മാരാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോട് കൂടെ നിന്നവർ മഹത്വമുള്ളവരെന്ന് ദൈവം വെളിപ്പെടുത്തുകയുണ്ടായി. ദൈവം നിന്നെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്നെ, കണ്ണുനീരൊഴുക്കുന്ന നിന്നെ, സാധുക്കൾക്ക് വേണ്ടി യാചന കഴിക്കുന്ന നിന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മഹത്വീകരിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് പ്രസ്താവിക്കുന്നതിനാണ് ഈ പ്രഭാതം ദൈവം ഉപയോഗിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഏറ്റെടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ യാചനയുടെയും കണ്ണുനീരിൻ്റെയും ഒരു അനുഭവം, ഒരു വിളി, ഒരു സന്ദേശം നിനക്ക് ദൈവം തരുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.